അവനെ വിളിക്കാനായിട്ട് വീട്ടിലോട്ട് സർപ്രൈസ് ആയിട്ട് ഇപ്പം അവനിപ്പം 3 വയസ്സായതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്ന് വെളുപ്പിനെ 5 മണിക്ക് പോകുന്നതിൻ്റെ ടെൻഷനായിരുന്നു എനിക്ക്. മിക്ക സമയവും ഞങ്ങൾ തമ്മിൽ വഴക്കായിരിക്കും കേട്ടോ. ഇറങ്ങല്ലേ എന്ന് പറയുമ്പോൾ അവ ഇറങ്ങത്തേ ഇല്ല, അവ അവിടെ തന്നെ ഇരിക്കും. നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നീലൂട്ടനെ എൻ്റെ അമ്മ വീട്ടിലോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വ്ളോഗ്, പിന്നെ അവനെ വിളിക്കാനായിട്ട് വീട്ടിലോട്ട് സർപ്രൈസ് ആയിട്ട് പോയൊരു വ്ളോഗും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അയ്യോ ഒറ്റയ്ക്ക് പോകുമ്പോൾ അങ്ങനെ നിൽക്കുമോ, വേറെ കുഴപ്പം വല്ലതും ഉണ്ടോ, പിന്നെ കരയത്തില്ലേ അവന്, വേറെ അങ്ങനെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ച് പലരും ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഉറപ്പും ഇല്ലായിരുന്നു, അവൻ നിൽക്കുമോ ഇല്ലേന്ന് ഒരുറപ്പും എനിക്കില്ലായിരുന്നു കേട്ടോ. അവൻ ആ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ദൂരം ഞങ്ങളില്ലാതെ നിൽക്കുന്നത്, അച്ഛനും അമ്മയും കൂടെ ഇല്ലാതെ അവൻ നിൽക്കുന്നത്. അപ്പോൾ അമ്മ കുറേ നാളുകൊണ്ട് അമ്മ വീട്ടിൽ ഇവിടെ ഞങ്ങളുടെ അടുത്ത് വരുന്ന സമയത്തൊക്കെ തിരിച്ചു പോകുമ്പോൾ ഇവനാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ഇവൻ ഈ ബസ്സിൽ പോകുന്നത്, ഓട്ടോയിൽ പോകുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിനിൽ, ബസ്സിൽ, ഓട്ടോയിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അവനെ ഒന്ന് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ അവനിപ്പം 3 വയസ്സായതേ ഉള്ളൂ കേട്ടോ. അവ ഇപ്പോൾ വന്നപ്പോൾ അമ്മ പറഞ്ഞു, എന്തായാലും ഞാൻ അവനെ ഒന്ന് കൊണ്ടുപോവുക. പിന്നെ അവൻ കരയുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഒരു ദിവസം കൊണ്ടുപോയിട്ട് രാത്രിയിൽ കരയുവാണെന്നുണ്ടെങ്കിൽ വെളുപ്പിനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്ന് വെളുപ്പിനെ 5 മണിക്ക് ഒരു ട്രിവാൻഡ്രത്തോട്ടൊരു പിന്നെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുണ്ട്, KSRTC ബസ്സുണ്ട്. അപ്പോൾ അതിന് നേരെ ഇങ്ങ് വന്ന് ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ അതിന് 5 മണിക്ക് വീടിൻ്റെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ഒരു 8 മണി 8:30-ക്കകത്ത് ട്രിവാൻഡ്രത്ത് എത്തും ആ ബസ്. അപ്പോൾ അതിന് നേരെ ഇങ്ങ് കൊണ്ടാക്കിയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയപ്പോഴാണെങ്കിൽ എനിക്ക് ടെൻഷനാണോ സങ്കടമാണോ വിഷമോ എന്താണെന്ന് പറയാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. അവനിങ്ങനെ ഇത്രയും ദിവസമൊന്നും മാറി നിന്നിട്ടില്ല, ഇത്രയും ദൂരം പോകുന്നതിൻ്റെ ടെൻഷനായിരുന്നു എനിക്ക്. ബസ്സിൽ ഒരു അരമണിക്കൂറൊക്കെ അവ ഇരിക്കുമായിരിക്കും, പിന്നീട് അങ്ങോട്ട് നിർബന്ധം വല്ലതും എടുക്കുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴും അവനെ അമ്മ കൊണ്ടുപോകുന്നത്, ഇവിടുന്ന് ചേട്ടായി ബൈക്കിൽ അവനെയും അമ്മയും കൂടി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കയറ്റി വിടാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ വീഡിയോ കണ്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, നീലൂട്ടനെ കൊണ്ടുപോയിട്ട് തിരിച്ച് ഇങ്ങ് കൊണ്ടുവരും എന്നാണ് വിചാരിച്ചതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അമ്മ കൊണ്ടുപോയായിരുന്നു അവനെ. അങ്ങനെ കൊണ്ടുപോയി അവന് ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ബസ്സിലിരുന്ന് കരയുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. കാരണം അത്രയും നേരം 2.5 മണിക്കൂറോളം അടൂർ വരെ എത്താൻ വേണ്ടിയിട്ട് ഇരിക്കണം ബസ്സിൽ. പിന്നെ അവിടെ നിന്ന് വേറെ ബസ് കയറിയിട്ട് പിന്നെ പോകണം. അങ്ങനെ എന്തായാലും അമ്മ പറയുന്നു അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നു, അവൻ ഹാപ്പി ആയിട്ട് ഓരോന്നൊക്കെ ചോദിച്ച് പുറത്തോട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഓരോന്നൊക്കെ ഡൗട്ടും ചോദിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു, അവന് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തായാലും സമാധാനമായി. എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കളിച്ച് അങ്ങനെ അങ്ങ് നടന്നോളും. പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഒരു രാത്രിയാകുമ്പം ആ സമയത്ത് ചേട്ടയുടെ കൂടെ ആണെങ്കിൽ ചേട്ടയുടെ സാറുണ്ട് വർക്കിന്. അപ്പോൾ ചേട്ടയ്ക്ക് നേരത്തെ വീട്ടിലെത്താനായിട്ട് പറ്റത്തില്ല. വൈകിട്ട് രാത്രി 8 മണി 8:30 9 മണി കഴിയും വീട്ടിലെത്താൻ. എന്തായാലും 9 മണി കഴിയും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സമയം സന്ധ്യ മുതൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നത്. പകലൊക്കെ നമ്മൾ ജോലി ചെയ്ത് ആ ഒരു ഇതിലങ്ങ് പോവും. പക്ഷേ വൈകിട്ട് ഒരു 6:30 മുതൽ നമുക്ക് എനിക്ക് ഒരു വിഷമമായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടായി വന്നു കഴിയുമ്പോൾ പിന്നെ ചേട്ടായിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു സങ്കടം അങ്ങ് മാറി കിട്ടും. പക്ഷെ ആ ഒരു സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത് അവ ഇല്ലാത്തത് കൊണ്ട്. അവനുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ, അവനുണ്ടെങ്കിൽ മിക്ക സമയവും ഞങ്ങൾ തമ്മിൽ വഴക്കായിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വഴക്ക് പറയും, അവൻ പോയിരുന്ന് കരയും, പിന്നെ ഞാൻ ചെന്നിട്ട് സമാധാനപ്പെടുത്തും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവൻ തന്നെ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അവന് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് വേറെ വഴക്കോ വാശിയോ കരച്ചിലോ ബഹളങ്ങളോ ഒന്നുമില്ലായിരുന്നു. അവൻ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ആ വീടിൻ്റെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും, എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വയലും പാടം അങ്ങനത്തെ സംഭവങ്ങൾ, ഓടയുണ്ട്, ആ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ പുറത്തോട്ട് ഇറക്കാനായിട്ട് അമ്മയ്ക്ക് പേടിയായിരുന്നു. അമ്മ അതിന് ഫ്രണ്ടിൽ അമ്മ ചോറ് വെക്കുന്നതൊക്കെ വെളിയിൽ വെച്ചൊക്കെ അടുക്കളയുടെ പുറത്ത് വെച്ചിട്ട് ചോറ് വെക്കുന്നത് അടുപ്പിൽ. അപ്പോൾ അമ്മ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അമ്മ പറയും, കട്ടളപ്പടിയിൽ അവിടെ ഇരുന്നോ, മക്കൾ അവിടെ ഇരുന്നോണം, അമ്മൂമ്മ പോയി എടുത്തോണ്ട് വരാം, പുറത്തോട്ട് ഇറങ്ങല്ലേ എന്ന് പറയുമ്പോൾ അവ ഇറങ്ങത്തേ ഇല്ല, അവ അവിടെ തന്നെ ഇരിക്കുമെന്ന് കേട്ടോ. പറഞ്ഞാലൊക്കെ കേൾക്കും. അമ്മ എന്നോട് പറയും, നീ പറയുമ്പോഴാണ് അവന് പറഞ്ഞാൽ കേൾക്കാത്തത്, അവൻ്റെ അമ്മൂമ്മ പറയുമ്പോൾ അവെല്ലാം പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, അമ്മ പറയുമ്പോഴാണ് പറഞ്ഞാൽ കേൾക്കാത്തതെന്ന്.
അപ്പോൾ അത് സത്യം കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ, പക്ഷേ ഒരു കാര്യം കേട്ടോ, ചില സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ട്, ഇപ്പം നമുക്കിപ്പോൾ ഒരു കാര്യം എടുക്കണമെങ്കിലോ, മക്കൾ അവിടെ ഇരി, അമ്മ ഇത് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറയുമ്പോഴത്തേനും അവനത് മനസ്സിലാക്കിയിട്ട് അവൻ അവിടെ ഇരിക്കും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയാം, മക്കൾ അവിടെ ഇരി, അമ്മ ഇത് എടുത്തുകൊണ്ട് വരട്ടെ എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, അപ്പോൾ അവിടെ തന്നെ ഇരിക്കും. ആന്നോ, ഇരിക്കണോ, ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഇരിക്കും. പറയുന്ന ഞാനിപ്പോൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേനും അവ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇരിക്കും കേട്ടോ. എനിക്കത് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ വേറെ വാശിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചെന്ന്, അമ്മമ്മ അച്ഛൻ എവിടെ പോയി? പിന്നെ രാത്രിയാകുമ്പം ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് ഇങ്ങനെ പറയുമായിരുന്നെന്ന്, അമ്മയുടെ അടുത്ത് പോകണം. അവൻ പറയുന്നത് അമ്മയടുത്ത് പോകണമെന്നാണ്. പിന്നെ അമ്മയുടെ അടുത്ത് പോകണമെന്ന് ഇങ്ങനെ പറയാം. അപ്പം അമ്മ പറയും, മക്കൾ ജനലയിൽ കൂടെ നോക്കിയാൽ ഭയങ്കര ഇരുട്ടാണ്, നമുക്ക് രാവിലെ പോവാം കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങും. അത് മനസ്സിലാക്കിയിട്ട് അവൻ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അവൻ ഇതെല്ലാം മറന്നിട്ട് രാവിലെ ആകുമ്പോൾ അവൻ വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കുമെന്ന് കളിക്കാനായിട്ട് അവനങ്ങ് പോവും. പിന്നെ വാശിയും കാര്യങ്ങളും ഒന്നുമില്ല, അവൻ ഹാപ്പി ആയിട്ട് ഇരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയോളം ഇരുന്നില്ലല്ലോ. ഞായറാഴ്ച കൊണ്ടുപോയി, ശനിയാഴ്ച രാത്രിയാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അതായത് ഞായറാഴ്ച വെളുപ്പിനെ 12 മണിക്കാണ് ഞങ്ങൾ അവിടെ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ കറക്റ്റ് ഒരാഴ്ചയായി അവൻ പോയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിൽക്കണമെന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ വരണമെന്നായിരുന്നു, ബൈക്കിൽ പോകണം, ഞങ്ങളുടെ കൂടെ വരണം എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പക്ഷേ കൊണ്ട് നിർത്തിയിട്ട് അവന് ഒരു വാശിയും ബഹളവും സങ്കടവും ആവട്ടെ കരച്ചിലാവട്ടെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. നിർബന്ധവും ഇല്ലായിരുന്നു. അമ്മ പറയുന്ന പോലെ എല്ലാം കേൾക്കുമായിരുന്നു എന്നായിരുന്നു അമ്മ പറഞ്ഞത്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഹാപ്പി ആയിട്ട് അവൻ നിന്നിട്ട് വന്നു.